നമുക്ക് നേരെ ഗോബി മഞ്ചൂരിയനെ ഒന്നുണ്ടാക്കിയാലോ. വൃത്തിയാക്കിയെടുത്ത കോളിഫ്ലവർ നമുക്ക് വെള്ളത്തിലോട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. കോളിഫ്ലവർ നമ്മൾ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ വാട്ടിയെടുത്ത കോളിഫ്ലവർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് കോൺഫ്ലവർ, ശേഷം ഉപ്പ് കൂടി ഇടും. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. നമ്മൾ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കോൺഫ്ലവർ, ശകലം ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. അത് നമ്മൾ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ വറക്കാനായിട്ട് നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നേരം ഒന്ന് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഗോബി മഞ്ചൂരിയന് വേണ്ടി നമുക്ക് ആ സോസൊക്കെ ഒന്ന് കലക്കിയെടുക്കാം. അതിന് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം, 2 സ്പൂണ് ടൊമാറ്റോ സോസ്, 1.5 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ശകലം ഓയിലൊഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇത് സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. നമ്മൾ വറുത്തിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഓഫ് ചെയ്യാം.